കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്ലാസ് കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ അത് നാടിനും വീടിനും സമൂഹത്തിനും ഒക്കെ നന്മ ചെയ്യുന്ന നല്ല വ്യക്തിത്വങ്ങളായി പറയപ്പെട്ട കുട്ടികൾക്ക് മാറാൻ കഴിയട്ടെ. ഒരുപക്ഷെ കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നാട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശമൊക്കെ അറിയപ്പെടാൻ പോകുന്ന പ്രിയപ്പെട്ട കുട്ടികളുടെ പേരിലായിരിക്കും. അപ്പൊ ആ നിലയിൽ വ്യത്യസ്ത മേഖലകളിലേക്ക് നിങ്ങൾക്ക് വളരെ വിജയകരമായി മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ഈ ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം അതിന് സഹായകരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ മഹത്തായ നിലയിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന KSTയുടെ എല്ലാ പ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ജില്ലാതല ഉദ്ഘാടനം പ്രത്യേകിച്ച് കോതമംഗലം കൂടി അതിന് ഇതൊരു വേദിയായി തെരഞ്ഞെടുത്തതിലും പ്രത്യേകമായി സന്തോഷമുണ്ട്. കോതമംഗലം കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകയായി പ്രവർത്തിക്കുന്ന പ്രദേശമാണ്. അത് പ്രാഥമിക തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ പരിശോധിച്ചാലും ഒട്ടേറെ സ്ഥാപനങ്ങൾ വളരെ മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം അതിന് വേദിയാകാൻ ഏറ്റവും ഉചിതമായ സ്ഥലവും കോതമംഗലം തന്നെയാണ്. ജില്ലാ പ്രസിഡന്റ് G. ആനന്ദകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. കരിയർ വിദഗ്ധൻ ഡോക്ടർ സുരേഷ് കുമാറാണ് ക്ലാസിന്റെ നേതൃത്വം നൽകിയത്. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഏലിയാസ് മാത്യു, TA അബൂബക്കർ, നിഷാദ് ബാബു, നിയാസ് M, അനീഷ് KR, പ്രധാനാധ്യാപിക ബിന്ദു വർഗീസ് എന്നിവർ ക്ലാസ്സിൽ സംസാരിച്ചു. ജില്ലയിലെ 14 ഉപജില്ലകളിലും കരിയർ ഗൈഡൻസ് ക്ലാസുകൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി ഡാൽമിയ തങ്കപ്പൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.